CAG കണ്ടെത്തിയിരിക്കുന്നത്. സർക്കാർ അനുവദിച്ച 54,282.32 കോടിയുടെ ഗ്രാന്റുകൾ എന്തിനു വേണ്ടി ഉപയോഗിച്ചുവെന്ന് തെളിയിക്കുന്ന യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റുകൾ ഓഡിറ്റർക്ക് മുന്നിൽ ഇതുവരെ സമർപ്പിക്കപ്പെട്ടിട്ടില്ല. ഇതിൽ ഏകദേശം 38,287 കോടി രൂപയും കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ വിതരണം ചെയ്തതാണ്. ഹൌസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് മന്ത്രാലയവും ഉന്നത വിദ്യാഭ്യാസ വകുപ്പുമാണ് ഈ ക്രമക്കേടുകളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. 18,000 കോടിയിലധികം രൂപയുടെ കണക്കുകൾ നഗര വികസന മന്ത്രാലയം മാത്രം നൽകാനുണ്ട്. 10,000 കോടിയിലധികം രൂപ തെറ്റായ അക്കൌണ്ടിംഗ് ഹെഡുകളിലൂടെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഓഡിറ്റിംഗിൽ പണം എവിടെ നിന്ന് വന്നുവെന്നോ എവിടേക്ക് പോയി എന്നോ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയാത്തപ്പോൾ താൽക്കാലികമായി രേഖപ്പെടുത്തുന്ന ഇടമാണ് സസ്പെൻസ് അക്കൌണ്ട്, അതായത് സസ്പെൻസ് ഹെഡ്സ്. CAG റിപ്പോർട്ട് പ്രകാരം 39,311 കോടി രൂപ ഇത്തരത്തിൽ സസ്പെൻസ് ഹെഡുകൾ കെട്ടിക്കിടക്കുകയാണ്. ഇതിൽ പകുതിയിലധികം തപാൽ വകുപ്പുമായി ബന്ധപ്പെട്ട ചെക്കുകളും ബില്ലുകളുമാണ്. ആറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെന്റ് ഇവർ തങ്ങളുടെ ദൈനംദിന ചെലവുകൾ മൂലധന ചെലവായി തെറ്റായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രവർത്തന ചെലവുകളെ മൂലധനമായി കാണിക്കുന്നത്, അതായത് റവന്യൂ എക്സ്പെൻഡിച്ചറിനെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറായി കാണിക്കുന്നത് സാമ്പത്തിക രംഗത്ത് വലിയൊരു തട്ടിപ്പാണ്. ദൈനംദിന കാര്യങ്ങൾക്കായി ചെലവാക്കുന്ന പണം, അതായത് ശമ്പളം, അറ്റകുറ്റപ്പണികൾ തുടങ്ങിയവ ആസ്തികൾ നിർമ്മിക്കാൻ ഉപയോഗിച്ചെന്ന് വെത്തി തീർക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. ഇതിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിന്റെ ധനക്കമ്മി കുറച്ച് കാണിക്കാനും സർക്കാർ ലാഭത്തിലാണെന്ന് വരുത്തി തീർക്കാനും ഇത്തരം കണക്കിലെ കളികൾ സഹായിക്കും. ഇനി മൈനർ ഹെഡ് 800. സാധാരണയായി സർക്കാർ പണം ചെലവാക്കുമ്പോൾ അത് ഏത് ആവശ്യത്തിനാണെന്ന് കൃത്യമായ ഹെഡുകൾ ഉണ്ടാവണം. എന്നാൽ മൈനർ ഹെഡ് 800 എന്നത് മറ്റുള്ളവ എന്ന അർത്ഥത്തിൽ, അതായത് അതേഴ്സ് എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. പകുതിയിലധികം ഇടപാടുകൾ ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് വഴി പണം യഥാർത്ഥത്തിൽ എന്തിനാണ് ചെലവാക്കിയതെന്ന് കണ്ടെത്താൻ ഓഡിറ്റർമാർക്ക് കഴിയില്ല. ഇത് അഴിമതി നടത്താനും പണം വകമാറ്റാനുമുള്ള ഏറ്റവും എളുപ്പ വഴിയാണ്. CAG തന്നെ കേന്ദ്ര സർക്കാരിനെതിരെ പലപ്പോഴും മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള ഒരു കാര്യം കൂടിയാണിത്. ജനങ്ങളിൽ നിന്ന് ആരോഗ്യത്തിനും വിദ്യാഭ്യാസത്തിനുമായി പ്രത്യേകം പിരിച്ചെടുക്കുന്ന പണമാണ് സെസ്. പുതിയ റിപ്പോർട്ടിലെ ഏറ്റവും ഞെട്ടിക്കുന്ന കണ്ടെത്തൽ എന്ന് പറഞ്ഞാൽ സർക്കാർ സെസ് ഇനത്തിൽ പിരിച്ചെടുത്ത ഭീമമായ തുക ഇതുവരെ ബന്ധപ്പെട്ട ഫണ്ടുകളിലേക്ക് മാറ്റിയിട്ടില്ല എന്നുള്ളതാണ്. വിവിധ കാലഘട്ടങ്ങളിലായി പിരിച്ചെടുത്ത 3.69 ലക്ഷം കോടി രൂപയാണ് സർക്കാർ വകമാറ്റുകയോ കൈവശം വയ്ക്കുകയോ ചെയ്തിരിക്കുന്നത്. ഇതിൽ ആരോഗ്യ വിദ്യാഭ്യാസ സെസ് മാത്രം 37,537 കോടി രൂപ. 2018 മുതൽ 2024 വരെയുള്ള കണക്കാണിത്. നിയമപ്രകാരം ഈ പണം അതത് ആവശ്യങ്ങൾക്കായി രൂപീകരിച്ച റിസർവ് ഫണ്ടുകളിലേക്ക് മാറ്റണം. ഇങ്ങനെ മാറ്റാതെ സർക്കാർ കൈവശം വെച്ചിരിക്കുന്ന വഴി ആ പണം മറ്റാവശ്യങ്ങൾക്കായി, ഉദാഹരണത്തിന് കടം വീട്ടാനോ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള മറ്റു പദ്ധതികൾക്കൊക്കെ ആയിട്ട് ഉപയോഗിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ തന്നെ സർക്കാർ സാമ്പത്തിക കൃത്യത പാലിക്കുന്നില്ലെന്ന് മാത്രമല്ല പാർലമെന്റിനെയും ഓഡിറ്റിംഗ് സംവിധാനങ്ങളെയും കബളിപ്പിക്കാൻ ബോധപൂർവ്വം ശ്രമിക്കുന്നുവെന്ന ഒരു കാര്യം കൂടെ നടക്കുന്നുണ്ടെന്ന് മനസ്സിലാവും. ഡിജിറ്റൽ ഇന്ത്യ എന്ന് സർക്കാർ അവകാശപ്പെടുമ്പോഴും യോഗ്യതയില്ലാത്ത ഗുണഭോക്താക്കൾക്ക് പണം നൽകുക, ഗോസ്റ്റ് പേയ്മെന്റ്സ്, ഡാറ്റയിൽ തിരിമറി നടത്തുക, ഉപയോഗിക്കാത്ത ഫണ്ടുകൾ IT സിസ്റ്റങ്ങളിൽ കെട്ടിക്കിടക്കുക എന്നിവ ഇപ്പോൾ വ്യാപകമായിട്ടുള്ള ഒരു കാര്യമാണ്. സാങ്കേതിക വിദ്യ അഴിമതി തടയുന്നതിന് പകരം പലപ്പോഴും അതിന് സഹായമാകുന്നു എന്നതാണ് CAGയുടെ നിരീക്ഷണം. സാധാരണക്കാരുടെ നികുതി പണം എവിടെ പോയി എന്ന് പറയാൻ ഭരണകൂടത്തിന് ബാധ്യതയുണ്ടെന്നുള്ള കാര്യം മറന്നു പോകാതിരിക്കുക.